Hello friends, welcome to IGNOU Pointers. IGNOU Pointers is an initiative by Pointers Precision Prep EduTech. ഇന്നത്തെ IGNOU Pointers വീഡിയോയിൽ IGNOU A to Z ഇൻഫോ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. സോ IGNOയുടെ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ബ്ലൂ പ്രിൻ്റ് തന്നെയായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ IGNOU അഡ്മിഷൻ തൊട്ട് സർട്ടിഫിക്കേഷൻ വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഒരു ലൈഫ് സൈക്കിൾ ഫോമിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 7 സെക്ഷൻസിലൂടെ നമ്മൾ അഡ്മിഷൻ തൊട്ട് സർട്ടിഫിക്കേഷൻ വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കവർ ചെയ്യും. ആൻഡ് അഡീഷണലി ഒരു 8th സെക്ഷനിൽ നമ്മൾ കുറച്ച് സ്റ്റഡി ടിപ്സും മോട്ടിവേഷനുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ സെക്ഷനിൽ ഇൻട്രൊഡക്ഷനും IGNOയുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് സെൻറ്റേഴ്സും റീജിയണൽ സെൻറ്റേഴ്സ്, എക്സാം സെൻറ്റേഴ്സ് തുടങ്ങിയ ഇൻഫോ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ കോഴ്സസ് ആൻഡ് പ്രോഗ്രാംസ്, 3rd സെക്ഷനിൽ അഡ്മിഷൻ പ്രോസസ്, 4th സെക്ഷനിൽ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സ് റിലേറ്റഡ് ഇൻഫോ, 5th സെക്ഷനിൽ അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട്സ്, പ്രാക്ടിക്കൽസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, 6ാമത്തെ സെക്ഷനിൽ എക്സാംസ്, റിസൾട്ട്സ്, ഇവാലുവേഷൻ റിലേറ്റഡ് ഇൻഫോ, ആൻഡ് ഇൻ ദ 7th സെക്ഷൻ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് കരിയർ സ്കോർ. ഒപ്പം 8th സെക്ഷൻ അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് സ്റ്റഡി ടിപ്സും മോട്ടിവേഷനും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ വിതൗട്ട് ഫർദർ ഡിലേ വി ആർ മൂവിങ് ടു ദി വീഡിയോ. സോ ഇൻട്രൊഡക്ഷൻ ആൻഡ് സപ്പോർട്ട്. IGNOU നിങ്ങൾക്കറിയുന്ന പോലെ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. എല്ലാവർക്കും എഡ്യൂക്കേഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വളരെ ഫ്ലെക്സിബിളായ, അഫോർഡബിളായ, ആക്സസിബിളായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് IGNOU എന്ന് പറയുന്നത്. ഏതാണ്ട് 3 മില്യൺ പ്ലസ് ലേണേഴ്സാണ് ഇന്ത്യയിലും അബ്രോഡുമായിട്ട് IGNOയിൽ എൻറോൾ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കൗണ്ട്. IGNOയ്ക്ക് ധാരാളം റീജിയണൽ സെൻറ്റേഴ്സും സ്റ്റഡി സെൻറ്റേഴ്സും ഓൺലൈൻ സപ്പോർട്ട് മെക്കാനിസവും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരു ലേണർ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള റീജിയണൽ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രം, റീജിയണൽ സെൻറ്റർ കൊച്ചിൻ, അതേപോലെ തന്നെ റീജിയണൽ സെൻറ്റർ വടകര എന്നിവയാണ്. ഈ ഓരോ റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലും നിരവധിയായിട്ടുള്ള സ്റ്റഡി സെൻറ്റേഴ്സ് IGNOയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിൻ്റെ കീഴിലാണ് മാർ ഇവാനിയോസ് കോളേജ് എന്നുള്ള സ്റ്റഡി സെൻറ്റർ പ്രവർത്തിക്കുന്നത്. സെയിൻറ്റ് തോമസ് കോളേജ് പാല എന്ന് പറയുന്ന റീജിയണൽ സെൻറ്റർ RC കൊച്ചിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സോ ഇത്തരത്തിൽ നിരവധി കോളേജുകൾ സ്റ്റഡി സെൻറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ നിരവധി സ്റ്റഡി സെൻറ്റേഴ്സ് ഒരു റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലായിരിക്കും വരിക. സോ നമുക്ക് നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കോളേജിനെ നമ്മുടെ സ്റ്റഡി സെൻറ്ററായിട്ട് ചൂസ് ചെയ്യാം. പക്ഷേ സ്റ്റഡി സെൻറ്ററായിട്ട് ചൂസ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ എടുക്കുന്ന കോഴ്സ് ആ കോളേജിൽ, ആ സ്റ്റഡി സെൻറ്ററിൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണോ എന്ന് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓൺലൈൻ സപ്പോർട്ട് മെക്കാനിസവും IGNOയ്ക്ക് നിരവധി പ്ലാറ്റ്ഫോംസ് വഴിയുണ്ട്. നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫാക്കൽറ്റീസ് നടത്തുന്ന മീറ്റിംഗ്സ് മുതൽ നമ്മുടെ സ്റ്റഡി സെൻറ്ററിൽ നിന്നും റീജിയണൽ സെൻറ്ററിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സും കമ്മ്യൂണിക്കേഷനും എല്ലാം ഓൺലൈൻ സപ്പോർട്ട് മെക്കാനിസത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആൻഡ് IGNOയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡസൻറ്റ് മാറ്റർ, ഓൺലി യുവർ ഡെഡിക്കേഷൻ ഡസ്. സോ നിങ്ങളൊരു വർക്കിംഗ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ UPSC, SSC, ബാങ്ക് പോലത്തെ നിരവധി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നൊരു വിദ്യാർത്ഥിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ എത്ര ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പഠിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, ഇഫ് യു ആർ എ ഡെഡിക്കേറ്റഡ് ലേണർ, IGNOU is providing great flexibility to make sure that your learning is taken forward. And IGNOയിലെ കോഴ്സുകളെക്കുറിച്ച് പറയുമ്പോൾ, IGNOU has around 200+ programs under 21 school of studies. നിരവധിയായിട്ടുള്ള ഡിഗ്രി, മാസ്റ്റേഴ്സ്, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കോഴ്സുകൾ IGNOU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IGNOയിലെ ചില പോപ്പുലർ കോഴ്സസിൽ നമുക്ക് BA, BCom, MSc, MA തുടങ്ങിയ കോഴ്സസ് വളരെ പരിചിതമാണ്. MA കോഴ്സസിൽ തന്നെ MA ഹിസ്റ്ററി, ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ കോഴ്സുകൾ വളരെ പോപ്പുലറാണ്. MBA, MSW, നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസും IGNOയിൽ നടത്തി വരുന്നുണ്ട്. ആൻഡ് the most important thing is that if you are a UPSC, PSC, SSC or government job aspirant, IGNOU is providing such a great flexibility so that you can take forward your higher studies. And IGNOയിൽ it is completely the choice of the learner to enroll for any course. നിങ്ങൾക്ക് മാസ്റ്റേഴ്സിനോ മറ്റ് സർട്ടിഫിക്കേഷൻ കോഴ്സസിനോ ഏത് കോഴ്സസിന് വേണമെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് സ്കൂൾ ഓഫ് സ്റ്റഡീസിൻ്റെ കീഴിലും എൻറോൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി IGNOU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
So various schools of studies include humanities, science, management, etc. ഇനി പറയാനുള്ളത് ഇഗ്നോയുടെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. ഒരു റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇഗ്നോയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്ടറാണ് 2 അഡ്മിഷൻ വിൻഡോ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. ഇഗ്നോയിൽ 2 അഡ്മിഷൻ വിൻഡോസാണ് ഓപ്പൺ ആവാറുള്ളത്. 1 is in January and the 2nd is in July. സോ ജാനുവരിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരാളുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവുന്നത് ഡിസംബറിലായിരിക്കും. സോ ഡിസംബറിലായിരിക്കും ഫസ്റ്റ് ടേമിൻ്റെ എക്സാം വരിക. സോ ഫസ്റ്റ് ടേമിൻ്റെ എക്സാമിന് മുന്നേ നമ്മൾ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് എക്സാംസ് എഴുതാവുന്നതാണ്. ആൻഡ് ഇഗ്നോയിൽ സെക്കൻഡ് ഇയറിന് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാനും മറക്കരുത്. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവുന്ന അവസരത്തിൽ ജാനിൽ ജോയിൻ ചെയ്ത ഒരാൾ ഡിസംബറിൽ എക്സാം എഴുതുന്നത് മാത്രമല്ല സെക്കൻഡ് ഇയറിലേക്ക് ആ ഡിസംബർ ജാൻ പീരീഡിൽ രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. സിമിലർലി ജൂലൈയിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരാൾക്ക് അടുത്ത ജൂൺ ആവുമ്പോഴാണ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവുക. ആ അവസരത്തിൽ അസൈൻമെൻറ്റ്സ് കൃത്യമായിട്ട് തയ്യാറാക്കി ജൂണിൽ എക്സാം എഴുതുന്നതിനോടൊപ്പം നമ്മൾ കൃത്യമായിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് ആ ജൂണിൽ സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ. ആൻഡ് ഇഗ്നോയുടെ അഡ്മിഷൻസ് ഓൺലൈൻ പോർട്ടൽ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. ignou.samarth.edu.in എന്ന് പറയുന്ന പോർട്ടൽ വഴി എസെൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ വൈൽ യു ആർ ഫില്ലിംഗ് ദി ആപ്ലിക്കേഷൻ you have to make sure you have photo, signature, ID, 10th and 12th certificate and related documents in your hand. റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മാസ്റ്റേഴ്സ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബാച്ചിലേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം നിങ്ങൾ കയ്യിൽ കരുതുക. ആൻഡ് യു ഹാവ് ടു അപ്ലോഡ് ദി ഡോക്യുമെൻറ്റ്സ് സോ ദാറ്റ് യുവർ അഡ്മിഷൻ പ്രോസസ് ഇസ് ഗെറ്റിംഗ് കംപ്ലീറ്റ്. ആൻഡ് ഇഗ്നോയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന അവസരത്തിൽ യൂസർ നെയിമും പാസ്വേഡും കൺട്രോൾ നമ്പറും ഒക്കെ ജനറേറ്റ് ആവുന്നതാണ്. ഈ വിവരങ്ങൾ കൺട്രോൾ നമ്പറും യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമുക്ക് മെയിലിലേക്ക് ലഭിക്കുമെങ്കിലും കൃത്യമായിട്ടത് സൂക്ഷിക്കാൻ കൂടി ശ്രദ്ധിക്കുക. കാരണം മറ്റെല്ലാ യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അഡ്മിഷന് ശേഷം അതിൻ്റെ കൺഫർമേഷന് ശേഷം നിങ്ങൾക്ക് ഈ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുകയും റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോ ആക്സസ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡാറ്റ നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇഗ്നോ നിങ്ങൾക്ക് കൺട്രോൾ നമ്പർ ജനറേറ്റ് ചെയ്യുന്നതിന് പുറമെ അഡ്മിഷൻ കൺഫേമായി നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ID കാർഡും ഇഷ്യൂ ചെയ്യുന്നതാണ്. ആ സമയത്ത് ID കാർഡും ഡൗൺലോഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. കാരണം എക്സാമിൻ്റെ അവസരത്തിൽ ഹോൾ ടിക്കറ്റിൻ്റെ ഒപ്പം ഈ ID കാർഡ് നിങ്ങൾ മസ്റ്റായിട്ടും ക്യാരി ചെയ്യണം. ആൻഡ് ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസിനെ കുറിച്ച് പറയുമ്പോൾ ഇഗ്നോ 2 തരത്തിലാണ് സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് ഐദർ ഹാർഡ് കോപ്പി ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഓപ്റ്റ് ചെയ്യാം, അഥവാ സോഫ്റ്റ് കോപ്പി ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇഗ്നോയുടെ ഹാർഡ് കോപ്പി ഇന്ത്യ പോസ്റ്റ് വഴി അവർ കൃത്യമായിട്ട് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നതാണ്. അതേസമയം സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത് ഇഗ്നോയുടെ ഗയാൻ കോഷ് പോർട്ടലിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇഗ്നോയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകം വരുന്നൊരു അഡ്വൈസ് ഇങ്ങനെയാണ്: നിങ്ങൾ ഏതെങ്കിലും കാരണത്താൽ നിങ്ങളുടെ ഹാർഡ് കോപ്പി ഡെലിവറി ഇന്ത്യ പോസ്റ്റ് വഴിയുള്ള ഡെലിവറി ഡിലേ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സോഫ്റ്റ് കോപ്പി ഉപയോഗിച്ച് പഠിക്കാവുന്നതാണ്. ബിക്കോസ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോസസ്സിൽ ഒരു ഡിലേ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് കോപ്പി ആക്സസ് ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇൻ കേസ് ഇഫ് ദർ ഇസ് എ ഡിലേ ഇൻ ഡെലിവറി ഓഫ് യുവർ ഹാർഡ് കോപ്പി. ഇനി ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാലും ഹാർഡ് കോപ്പി ഓപ്റ്റ് ചെയ്ത ഒരാൾക്ക് കൃത്യമായിട്ട് ഹാർഡ് കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ സമയത്തിലുള്ള താമസം അത് നിങ്ങളുടെ അസൈൻമെൻറ്റ്സിനെയും പഠനത്തെയും ബാധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് സോഫ്റ്റ് കോപ്പി ഉപയോഗിക്കാനുള്ളൊരു അഡ്വൈസ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ആൻഡ് ഇഗ്നോയുടെ മൊബൈൽ ആപ്പിൽ നിന്നും അതേപോലെ തന്നെ ഗ്യാൻദർശൻ TV, യൂട്യൂബ് ലെക്ചേഴ്സിൽ നിന്നുമൊക്കെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒപ്പം ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ അത് വളരെ സിമ്പിൾ ആൻഡ് എക്സാം ഓറിയൻറ്റഡ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതാണ്. കൃത്യമായിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഫോളോ ചെയ്യുകയും അതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കി പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുകയുമാണെങ്കിൽ കൃത്യമായിട്ട് നല്ലൊരു സ്കോറിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് ഇഗ്നോയുടെ നോട്ട്സ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ വായിക്കുന്ന അവസരത്തിൽ തന്നെ കൃത്യമായിട്ട് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അത്തരത്തിൽ സ്മാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ സ്മാർട്ടായിട്ട് റിവിഷൻ നടത്തി നല്ല സ്കോറിലേക്ക് എത്താൻ സാധിക്കും.
ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദി അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രൊജക്ട്സ്, ഇഗ്നോയിലെ അസൈൻമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസസ്മെൻറ്റ് ടൂളാണ്. അൺലൈക്ക് റെഗുലർ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ഡെയിലി മീറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഡെയിലി ക്ലാസ്സിൽ പോകുന്ന സ്റ്റുഡൻസ് എന്നുള്ളൊരു സിറ്റുവേഷനോ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം സ്റ്റഡി മെറ്റീരിയൽ വായിച്ചു, എത്രത്തോളം എഫേർട്ട് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ കൊടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു റിഫ്ലക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ അസൈൻമെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഹെഡിങ്സും സബ് ഹെഡിങ്സും നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് ഫ്ലോ ചാർട്ട്സും ബാക്കി ഡയഗ്രംസും യൂസ് ചെയ്ത് നല്ല രീതിയിൽ പോയിൻറ്റ്സ് ഉൾക്കൊള്ളിച്ച് തന്നെ അസൈൻമെൻറ്റ്സ് തയ്യാറാക്കുക. അസൈൻമെൻറ്റ്സിൻ്റെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ യുവർ ഫൈനൽ സ്കോർ. കാരണം 30% വെയിറ്റേജ് ഓഫ് യുവർ ഫൈനൽ സ്കോർ ഇസ് ഫ്രം യുവർ അസൈൻമെൻറ്റ്സ്. സോ if you are scoring 90 out of 100, 27 marks, which is 30% of 90, which is equal to 27, will be from your assignments in your final score. അപ്പോൾ അതുകൊണ്ട് അസൈൻമെൻറ്റ്സ് പ്രോപ്പറായിട്ട് തയ്യാറാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ചില കോഴ്സുകൾക്ക് അസൈൻമെൻറ്റ്സിന് പുറമെ പ്രൊജക്റ്റ് വർക്ക് എന്നുള്ളൊരു ഓപ്ഷനും കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ MBA, MSW, PG ഡിപ്ലോമ കോഴ്സസിന് പ്രൊജക്റ്റ് വർക്കിന് വേറെ തന്നെ ഒരു റിസർച്ച് മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പ്രൊജക്റ്റ് വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് നമുക്ക് ചെയ്യാം. സോ പ്രൊജക്റ്റ് വർക്ക് ഇൻ ജനറൽ, പ്രൊജക്റ്റ് വർക്ക് നമ്മൾ അണ്ടർടേക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊജക്റ്റ് പ്രപ്പോസൽ നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ച് സാങ്ഷൻ വാങ്ങിയതിന് ശേഷമാണ് ഈ പ്രൊജക്റ്റ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പ്രൊജക്റ്റ് വർക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിലും ഒരുപാട് ആനെക്സ്റ്റേഴ്സും ഡോക്യുമെൻറ്റേഷനും റിസർച്ച് മെത്തഡോളജിയും പ്രൊജക്റ്റ് വർക്ക് ബുക്കിൽ പറയുന്ന പോലത്തെ പ്രൊസീജിയേഴ്സും അണ്ടർടേക്ക് ചെയ്യണം. അതിനുശേഷം ബൈൻഡ് ചെയ്ത് സെൻഡ് ചെയ്യുകയോ അഥവാ സോഫ്റ്റ് കോപ്പി ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്ത് ഇവാലുവേഷന് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആഫ്റ്റർ സബ്മിഷൻ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആവുന്നതാണ്. സോ പ്രൊജക്റ്റിൻ്റെ ആ ഒരു മെത്തഡോളജി ആൻഡ് ഹൗ ടു ഡു എ പ്രൊജക്റ്റ്, ഹൗ ടു പ്രിപ്പയർ എ പ്രൊജക്റ്റ്, ഇതെല്ലാം മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. ടോക്കിംഗ് അബൌട്ട് ദി എക്സാംസ് ആൻഡ് റിസൾട്ട്സ്. സോ നിങ്ങൾ അഡ്മിഷൻ എടുത്തു, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടി. സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയതിന് ശേഷം അത് വായിച്ച് കൃത്യമായിട്ട് അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തു. ഇനി അസൈൻമെൻറ്റ്സ് എല്ലാം ഡെഡ് ലൈനിന് മുൻപ് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തോ ആ അസൈൻമെൻറ്റ്സിൻ്റെ കോഴ്സ് കോഡിലുള്ള എല്ലാ കോഴ്സസും നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന അവസരത്തിൽ കൃത്യമായിട്ട് അതിലൊരു ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട്. ഹാവ് യു സബ്മിറ്റഡ് യുവർ അസൈൻമെൻറ്റ്സ് ഓർ വിൽ യു ബി സബ്മിറ്റിംഗ് ദി അസൈൻമെൻറ്റ്സ് ബിഫോർ ദി ഡെഡ് ലൈൻ. സോ നിങ്ങൾ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് എക്സാം ഫോം സബ്മിറ്റ് ചെയ്യാം. സോ എക്സാം ഫോം സബ്മിറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു ഡേറ്റ് ഷീറ്റ് അവൈലബിൾ ആയിരിക്കും. പ്രൊവിഷണൽ ഡേറ്റ് ഷീറ്റ്, അതിനുശേഷം ഫൈനൽ ഡേറ്റ് ഷീറ്റ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. സോ അത് വെച്ച് കൃത്യമായിട്ട് ഏതൊക്കെ ദിവസങ്ങളാണ് എക്സാം വരുന്നത് എന്ന് മനസ്സിലാക്കാം. സോ നിങ്ങളൊരു വർക്കിംഗ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന എക്സാം സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്തല്ല നിങ്ങൾ നിലവിലുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ മനസ്സിലാക്കി ആ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ലീവ് എടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് എക്സാം ഫോം അപ്ലൈ ചെയ്യുക. അതും ഓൺലൈനായിട്ടാണ്, കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ ആ ടൈമിനുള്ളിൽ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് റീജിയണൽ സെൻറ്ററിൽ പോയി അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. സോ എക്സാം ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം ഒരു 10 to 15 ഡേയ്സ് മുന്നേ ആയിരിക്കും ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ആവുക. ആ സമയത്ത് കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ID കാർഡും ക്യാരി ചെയ്ത് വേണം എക്സാം സെൻറ്ററിൽ ഒരു വിദ്യാർത്ഥി എക്സാം എഴുതാൻ പോവേണ്ടത്. സോ യു ക്യാൻ ഗോ ടു യുവർ എക്സാം സെൻറ്റർ, യു ക്യാൻ ഗിവ് യുവർ എക്സാം. ആൻഡ് ഈ എക്സാംസ് എഴുതുന്ന സമയത്ത് ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ആൻസേഴ്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഗുഡ് സ്ട്രക്ചേർഡ് ആൻസർ വിൽ ഗിവ് യു എ ബെറ്റർ സ്കോർ റാദർ ദാൻ ആൻ അൺസ്ട്രക്ചേർഡ് ആൻസർ. ആൻഡ് ഫൈനലി എക്സാമിന് ശേഷം ഒരു 1 month 2 month അല്ലെങ്കിൽ ഒരു 3 month പീരീഡിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ റിസൾട്ട് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി നമ്പർ ഓഫ് ലേണേഴ്സ് ഫോർ യുവർ കോഴ്സ് you may get your results early or you may see your results getting delayed.
എന്നിരുന്നാലും അടുത്ത എക്സാം സൈക്കിളിന് മുൻപ് തന്നെ നിങ്ങളുടെ റിസൾട്ട്സ് പബ്ലിഷ് ആവുന്നതാണ്. ഓൾസോ നിങ്ങളൊരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്, നിങ്ങൾ ഒരു ജോബിന് കയറാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാംസിൻ്റെ മാർക്ക് ഏറ്റവും അത്യാവശ്യമാണ്, അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളൊരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ ഒരു ഏർലി റിസൾട്ട് ഡിക്ലറേഷന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങളുടെ എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയണൽ സെൻറ്ററും സ്റ്റഡി സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഏർലി ഡിക്ലറേഷൻ ഓഫ് എക്സാം റിസൾട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. Now talking about the certificates and the career scope. IGNOUയുടെ സർട്ടിഫിക്കറ്റ് ഓൾ ഇന്ത്യ വൈഡ് വാലിഡ് ആണ്, അബ്രോഡും റെക്കഗ്നൈസ്ഡ് ആണ്. UGC അതേപോലെ AICTE ആൻഡ് അബ്രോഡ് യൂണിവേഴ്സിറ്റീസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് IGNOU. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റുഡൻസിനും യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ആൻഡ് IGNOയിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ, എസ്പെഷ്യലി ഒരു MA കോഴ്സ് ആകുമ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കോഴ്സസിനും കംപ്ലീറ്റഡ് എന്ന് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ റിഫ്ലക്റ്റ് ചെയ്യും. ആൻഡ് യുവർ കോഴ്സ്, ഇഫ് യു ഹാവ് കംപ്ലീറ്റഡ് ഓൾ ദി കോഴ്സസ്, യുവർ കോഴ്സ് ഇസ് ഓൾസോ കംപ്ലീറ്റ്. യുവർ കോഴ്സ് ഇസ് കംപ്ലീറ്റ് ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് എ പ്രൊവിഷണൽ certificate, and after that you will be also getting a final certificate. And you have the option to either attend the convocation or നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് പോസ്റ്റ് വഴി റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലേണർ, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് യു ക്യാൻ ഐദർ അറ്റൻഡ് ദി കോൺവൊക്കേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് വഴി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി, ഇഫ് യു ആർ എ ടോപ്പർ ഓർ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഇസ് എലിജിബിൾ ഫോർ ഗോൾഡ് മെഡൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിൽ നിന്നും സ്റ്റഡി സെൻറ്ററിൽ നിന്നും ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും ഏത് തരത്തിലാണ് നിങ്ങൾക്ക് കോൺവൊക്കേഷൻ അഥവാ ഈ സർട്ടിഫിക്കറ്റ്സ് ഡെലിവർ ചെയ്യുന്നത് എന്നത് കൃത്യമായിട്ട് അവർ അറിയിച്ചിരിക്കും. സോ അക്കോർഡിംഗ്ലി യു ക്യാൻ ആക്ട്. നൗ IGNOU is also opening their doors for PhD and higher studies and for your career growth. So IGNOയിൽ നിങ്ങളൊരു ലേണർ ആയിരിക്കുമ്പോൾ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണർ ആയിരിക്കാൻ ശ്രദ്ധിക്കുക, സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു പെർഫോം വെൽ ആൻഡ് സ്കോർ വെൽ. ആൻഡ് അഡീഷണലി ഇൻ ടിപ്സ് ആൻഡ് മോട്ടിവേഷൻ സെഷൻ ഐ ഹാവ് ടു മെൻഷൻ സംതിങ് ഓർ സം പോയിൻറ്റ്സ്. സോ നിങ്ങൾ IGNOയിൽ പഠിക്കുമ്പോൾ IGNOയുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. IGNOയുടെ സ്റ്റഡി മെറ്റീരിയൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള വളരെ സിമ്പിൾ ആൻഡ് നല്ല എക്സ്പ്ലനേഷൻ തന്ന് ഓരോ കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയലാണ്. സോ നിങ്ങളുടെ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് പഠനത്തിനും ഏറ്റവും അനിവാര്യമാണ് IGNOയുടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ IGNOയുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ IGNOയുടെ സ്റ്റഡി മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ഫോർമാറ്റിലാണ്. ഫോർ എക്സാമ്പിൾ MEG 01 എന്നുള്ളൊരു കോഴ്സ് ഉണ്ടെങ്കിൽ അത് MA ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ്. സോ MEG 01 എന്നുള്ള കോഴ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കീഴിൽ ഒരു 5 or 6 ബ്ലോക്ക് ഉണ്ടായിരിക്കും. സോ ഈ 5 or 6 ബ്ലോക്കിൻ്റെ ഉള്ളിൽ 6 or 7 or 5 or 4 അത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 to 5 ചാപ്റ്റേഴ്സ് ബ്ലോക്ക് 1ൻ്റെ കീഴിലാണ്. സോ ഈ 1 to 5 ചാപ്റ്റേഴ്സും റിലേറ്റഡ് കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 1 5 ചാപ്റ്റേഴ്സും റിലേറ്റഡ് കോൺസെപ്റ്റാണ്. ബ്ലോക്ക് 2 എടുക്കുമ്പോൾ 6, 7, 8, 9, 10 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. സോ ആ ചാപ്റ്റേഴ്സ് എല്ലാം മറ്റൊരു കോൺസെപ്റ്റ്, റിലേറ്റഡ് കോൺസെപ്റ്റിൻ്റെ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും. സിമിലർലി 3ാമത്തെ ബ്ലോക്കും 4ാമത്തെ ബ്ലോക്കും 5ാമത്തെ ബ്ലോക്കും ഉണ്ടാവും. സോ നിങ്ങൾ കൃത്യമായിട്ട് ഈ ബ്ലോക്കുകൾ അതിൽ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ ഈ ഓരോ ചാപ്റ്ററിൻ്റെയും ഹെഡിങ്സ് എന്താണെന്നും സബ് ഹെഡിങ്സ് എന്താണെന്നും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സോ വെൻ യു റീഡ് ദി ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ് ഓഫ് ദീസ് ചാപ്റ്റേഴ്സ് ബ്ലോക്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈച്ച് ഓഫ് ദ ചാപ്റ്റർ യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ റിഗാർഡിംഗ് വാട്ട് ഈസ് ഡിസ്കസ്ഡ്. എന്താണ് ഈ ഓരോ ബ്ലോക്കിനുള്ളിലും ഓരോ ചാപ്റ്ററിനുള്ളിലും ഡിസ്കസ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു ഹെഡിങ്സിൻ്റെ റീഡിങ് തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ എന്താണ് ഹോൾ ടോട്ടൽ എന്ന് മനസ്സിലാക്കാനുള്ള നല്ലൊരു ഇൻഫോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളൊരു മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ബാച്ചിലേഴ്സിലും സെയിം കോഴ്സാണ് ചെയ്തത്, സെയിം സബ്ജക്റ്റാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഹെഡിങ്സ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏരിയാസും
ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ സംടൈംസ് ചില ആളുകൾ ഡിഫിക്കൽട്ട് പോർഷൻ ആദ്യം പഠിക്കുന്ന ആളുകളായിരിക്കും, ചിലർ ഈസി പോർഷൻ ആദ്യം പഠിച്ചിട്ട് ഡിഫിക്കൽട്ട് പോർഷൻ എൻഡിൽ പഠിക്കുന്നവരുണ്ടാവും. സോ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ഈസി പോർഷൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് പോർഷൻ എന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് ഏതാദ്യം പഠിക്കണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്താൻ സാധിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ സ്റ്റഡി സ്ട്രാറ്റജി. മാത്രമല്ല ഓരോ ബ്ലോക്കും പഠിക്കുന്ന അവസരത്തിൽ ഇഗ്നോയുടെ റിസോഴ്സസ് വാസ്റ്റാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതത് സമയത്ത് അതത് ചാപ്റ്ററിൻ്റെ നോട്ട്സ് എഴുതി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഫൈനലി മൊത്തം റിസോഴ്സ് വായിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു റിവിഷൻ ആദ്യം തൊട്ടേ വായിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കരുത്. സോ അതുകൊണ്ട് ഓരോ ബ്ലോക്കും കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ കൃത്യമായിട്ട് നോട്ട്സ് എഴുതി പോവുക. സോ ദാറ്റ് ഒരു 1000 പേജിൻ്റെ കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഫൈനലി ഒരു 50 പേജസിൽ റിവൈസ് ചെയ്യാൻ നിങ്ങൾ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കുക. സോ ദാറ്റ് ഈവൻ ബിഫോർ ദി എക്സാം യു വിൽ ബി ഹാവിങ് ദാറ്റ് ഷോർട്ട് ക്രിസ്പ് നോട്ട് ടു get a quick recap of what all you have learned in that particular subject. സോ ഇതാണ് ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഇൻഫോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്ത കോൺസെപ്റ്റ്സ് വരുന്ന ഭാഗങ്ങൾ തീർച്ചയായിട്ടും AI ടൂൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിസർച്ച് ടൂൾസ് യൂസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ്. ആൻഡ് അഡീഷണലി നിങ്ങൾ പഠിക്കുമ്പോഴും ഇതേപോലെ ഹൈലൈറ്റേഴ്സും സ്റ്റിക്കി നോട്ട്സും ഫ്ലോ ചാർട്ട്സും ഒക്കെ യൂസ് ചെയ്ത് കോൺസെപ്റ്റ് വളരെ സിമ്പിളാക്കി, ഈവൻ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും സിമ്പിളാക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് വാട്സപ്പ് ആൻഡ് ഡിഫറെൻറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി നിങ്ങളുടെ പിയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം സ്റ്റഡി സെൻറ്ററിൽ സെയിം കോഴ്സ് ചെയ്യുന്ന ആളുകളുമായിട്ട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ പരസ്പരം ഷെയർ ചെയ്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. And what I want to say is that distance learning is never distant education, and with IGNOU education is always in your hands. So നിങ്ങളൊരു ഡെഡിക്കേറ്റഡ് ലേണർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. The only thing is your mindset has to be a mindset of a dedicated learner. So ഇന്നത്തെ വീഡിയോയിൽ ഐ ഹോപ്പ് വി ഹാവ് കവേർഡ് IGNOU A to Z info. We started with what is IGNOU, then we were talking how to take admission, and after that admission എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാം, അതിനുശേഷം അസൈൻമെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എക്സാം ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം, അതിനുശേഷം എക്സാമിന് നമ്മൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, ആൻഡ് എക്സാംസിന് ശേഷം റിസൾട്ട്സ് എങ്ങനെ നോക്കാം. ഒപ്പം നിങ്ങൾക്ക് ലോ മാർക്സ് ഉണ്ടെങ്കിൽ റീവാലുവേഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ആൻഡ് അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറ്റയർ കോഴ്സ് കംപ്ലീറ്റ് ആവും. ആ അവസരത്തിൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ ആൻഡ് ഫൈനൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടും. ഒപ്പം ഈ സർട്ടിഫിക്കറ്റ് ഓൾ ഇന്ത്യ അതേപോലെ തന്നെ അബ്രോഡും വളരെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. ആൻഡ് IGNOU is a very well known and recognized university. And finally, it is your mindset that really matters, and not making is king when it comes to generating good scores in exam. So definite ആയിട്ടും ഒരു നല്ല രീതിയിൽ നോട്ട്സ് മേക്ക് ചെയ്യുന്ന ഒരു ശീലം കൂടി ഒരു IGNOയിൽ ലേണർ ആകുമ്പോൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് യുവർ റിവിഷൻ is also easy and you will be able to score well and study well for your exams. So that is what today's video is about. So I hope IGNOU A to Z info is clear to you, and we will come up with specific videos addressing specific queries and specific concern. And the comment box you can also let us know regarding what queries and what concerns that you have, so that we will be addressing those questions in the upcoming video. So till then, please like, share and subscribe to the channel, and please help us reach to the students who are enrolled in IGNOU and who are having lot of doubts, so that we will be also able to solve their queries and we will be able to reach to those students as well. So thank you.